ഇതിലെ വന്നവർ എന്ന പരമ്പരയുടെ 13ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്തവണ അതുപോലെ ഒരു നിത്യവസന്തത്തെക്കുറിച്ച് പറയാം. വെറും 20 വർഷം മാത്രം മലയാള സിനിമാ രംഗത്തുണ്ടായിരുന്ന ഒരു മഹാകവി. സത്യത്തിൽ 20 വർഷം എന്ന് പറഞ്ഞുകൂടാ. കാരണം 1957, 58, 60, 61 എന്നീ വർഷങ്ങളിൽ അദ്ദേഹം ഈ രംഗത്ത് സജീവമായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ 16 വർഷം മാത്രം മലയാള സിനിമയുടെ ചരിത്രത്തോടൊപ്പം ഉണ്ടായിരുന്ന 47ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ, ഇവിടെ ജീവിച്ച് കൊതി തീർന്നില്ല എന്നെഴുതിയ വയലാർ രാമവർമ്മ 2026 മാർച്ച് 25-ന് അദ്ദേഹത്തിൻ്റെ 98ാം ജന്മവാർഷിക ദിനമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ജീവനോടെ കണ്ടിട്ടില്ല. 75 ഒക്ടോബർ 27-ന് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച വിലാപയാത്ര കൊല്ലത്തെത്തിയപ്പോൾ ചിന്നക്കട ജംഗ്ഷനിൽ ദൂരെ നിന്ന് അലങ്കരിച്ച വാഹനത്തിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞുകൂടാ, കണ്ണടയുടെ ഒരു ഭാഗം, അതാണ് ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന വയലാറിൻ്റെ രൂപം. സിനിമാ ഗാനങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയ കാലം മുതൽ എന്നും കേൾക്കുന്ന, അല്ലെങ്കിൽ ദിവസേന മനസ്സിലേക്ക് കടന്നു വരുന്ന പേരുകളിൽ ഒന്നാണ് വയലാർ രാമവർമ്മ എന്നത്. ഇന്ന് വയലാറിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ശേഖരത്തിലുള്ള കുറച്ച് വിഷ്വൽസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ പഴയതാണ് എന്നറിയാം, പക്ഷേ വയലാർ കുടുംബത്തിന് അത് വിലപ്പെട്ടതാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 1956 ഒക്ടോബർ 19-ന് റിലീസ് ചെയ്ത, എം.എ. റഷീദ് നിർമ്മിച്ച് ജെ.ഡി. തോട്ടാൻ സംവിധാനം ചെയ്ത കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലെ 10 ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് വയലാർ രാമവർമ്മ മലയാള സിനിമയിൽ എത്തുന്നത്. അന്നു മുതൽ 245 ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനങ്ങൾ എഴുതി. റിലീസ് ചെയ്ത ചിത്രങ്ങൾ മാത്രമാണ് ഞങ്ങളിവിടെ പരിഗണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം പുറത്തു വന്നതും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉൾപ്പെടുത്തിയ ചിത്രങ്ങളും ഈ ലിസ്റ്റിലുണ്ട്. 2016-ൽ റിലീസ് ചെയ്ത വയലാറിൻ്റെ ഒരു ഗാനം ഉൾപ്പെടുത്തിയ കാപ്പിരിത്തുരുത്ത് എന്ന ചിത്രം ഉൾപ്പെടെ 56-ൽ 2 സിനിമകൾക്കായി 12 ഗാനങ്ങൾ എഴുതിയെങ്കിലും 57, 58 എന്നീ വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. 59-ൽ 10 ഗാനങ്ങളുമായി വന്നെങ്കിലും 60, 61 വർഷങ്ങളിലും ഗാനരചയിതാവായി മലയാള സിനിമാ രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ 62 മുതൽ തുടങ്ങി 75 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല. ഒരു ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും എഴുതണം എന്ന നിർബന്ധമൊന്നും വയലാറിനില്ലായിരുന്നു. മറ്റ് ഗാനരചയിതാക്കളോടൊപ്പം 8 ചിത്രങ്ങളിൽ ഒരു ഗാനം മാത്രം അദ്ദേഹം എഴുതി. ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ എഴുതുന്നതിന് മുൻപ് തിരക്കഥ കൃത്യമായി വായിച്ച് ആ ചിത്രത്തിൽ എവിടെയൊക്കെയാണ് ഗാനങ്ങൾ വേണ്ടത് എന്ന് മനസ്സിലാക്കി ആ കഥാസന്ദർഭങ്ങൾക്ക് അനുസരിച്ചാണ് അദ്ദേഹം ഗാനങ്ങൾ സൃഷ്ടിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി നോക്കിയാൽ മനസ്സിലാകും. തെറ്റ്, പുത്രകാമേഷ്ടി, പ്രൊഫസർ, മകനെ നിനക്ക് വേണ്ടി, ബോബനും മോളിയും, അരനാഴിക നേരം, കരകാണാക്കടൽ, ത്രിവേണി, മറവിൽ തിരിവ് സൂക്ഷിക്കുക, മയിലാടും കുന്ന്, പണിതീരാത്ത വീട്, പുനർജന്മം, ഭദ്രദീപം, ആദ്യത്തെ കഥ, വാഴ്വയമായം തുടങ്ങി മിക്ക സിനിമകളുടെയും ഗാനസന്ദർഭങ്ങളുടെ വിശദാംശങ്ങൾ കൃത്യമായി ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഏകദേശം 68 തിരക്കഥാകൃത്തുക്കളുടെ രചനകൾക്ക് വേണ്ടിയാണ് വയലാർ ഗാനങ്ങൾ എഴുതിയത്. അതിൽ 55 ചിത്രങ്ങളുമായി തോപ്പിൽ ഭാസി 1ാം സ്ഥാനത്ത്, എസ് എൽ പുരം 37, ജഗതി എൻ.കെ. ആചാര്യയും ശാരംഗപാണിയും 11 തിരക്കഥകൾ വീതം. 256 ചിത്രങ്ങൾക്ക് വേണ്ടി 1257 ഗാനങ്ങൾ വയലാർ രാമവർമ്മ എഴുതി. 57 സംവിധായകരുടെ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് വയലാർ ഗാനങ്ങൾ എഴുതിയത്. അതിൽ 42 ചിത്രങ്ങളുമായി കെ.എസ്. സേതുമാധവൻ, എം. കുഞ്ചാക്കോ 32, എം. കൃഷ്ണൻ നായർ 23, ശശികുമാർ 16, എ. വിൻസെന്റ്, ജെ.ഡി. തോട്ടാൻ എന്നിവർ 10 ചിത്രങ്ങൾ വീതം, പി. സുബ്രഹ്മണ്യം 9, ക്രോസ് ബെൽറ്റ് മണിയും പി. എൻ. മേനോനും 8 വീതം, എൻ. ശങ്കരൻ നായർ 6. സംവിധായകരിൽ രാമു കാര്യാട്ടിനെ കുറിച്ച് വയലാറിന് നല്ല മതിപ്പായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പ് നോക്കാം. കാര്യാട്ട് ശുദ്ധനായ ഒരു നല്ല സുഹൃത്ത്. മലയാള ചലച്ചിത്ര സംവിധായകരിൽ അധികം പേർക്കും ഇല്ലാത്ത ഘടകങ്ങളാണ് ബുദ്ധിയും സൗന്ദര്യബോധവും. കാര്യാട്ടിന് ഇത്രയും അതുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. വയലാറിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും നന്ദിയോടെ ഓർക്കേണ്ട പേര് കുഞ്ചാക്കോയുടേതാണ്.
കുഞ്ചാക്കോ നിർമ്മിച്ച 40 ചിത്രങ്ങൾക്ക് വേണ്ടി 303 ഗാനങ്ങൾ എഴുതി. ഉദയായുടെ മൈനത്തെരുവി കൊലക്കേസ് എന്ന ചിത്രത്തിൽ 3 ഗാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ചിത്രങ്ങളിലും 5-ൽ കുറയാത്ത ഗാനങ്ങൾ ഉണ്ടായിരുന്നു. രാമവർമ്മ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയത് പഴശ്ശിരാജ എന്ന ചിത്രത്തിന് വേണ്ടിയാണ്, 13 ഗാനങ്ങൾ. ഐഷയിൽ 12ഉം, അനാർക്കലി, കടലമ്മ, പാലാട്ടുകോമൻ എന്നീ ചിത്രങ്ങളിൽ 11 വീതവും, മാനുഷാദ, റബേക്ക, ശകുന്തള എന്നിവയിൽ 10 വീതവും, ഭാര്യ, ഉദയനന്റെ മകൻ, പാവങ്ങൾ പെണ്ണുങ്ങൾ എന്നീ ചിത്രങ്ങളിൽ 9ഉം, ധർമ്മക്ഷേത്രെ കുരുക്ഷേത്രെ, ദുർഗ, ജയിൽ, കസവുതട്ടം, കാട്ടുതുളസി, കൊടുങ്ങല്ലൂരമ്മ, തുമ്പോലാർച്ച എന്നിവയിൽ 8 വീതവും, ഇണപ്രാവുകൾ, പൊന്നാപനംകോട്ട, പോസ്റ്റ്മാനെ കാണാനില്ല, സൂസി, തേനരുവി, തിലോത്തമ, തിരിച്ചടി എന്നിവയിൽ 7 വീതവും, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ 6 ഗാനങ്ങളും, അഗ്നിമൃഗം, ചീനവല, ദത്തുപുത്രൻ, ഗന്ധർവക്ഷേത്രം, ജ്വാല, കൂട്ടുകുടുംബം, ലോറ നീ എവിടെ, നീലപ്പൊന്മാൻ, ഒരു സുന്ദരിയുടെ കഥ, പഞ്ചവൻകാട്, പേൾവ്യൂ, പുന്നപ്പറ വയലാർ, താര എന്നിവയിൽ 5 ഗാനങ്ങൾ വീതവും ഉണ്ടായിരുന്നു. കുഞ്ചാക്കോയുമായി നല്ല ആത്മബന്ധമായിരുന്നു വയലാറിന്. അതിനെക്കുറിച്ച് അദ്ദേഹം ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ചാക്കോച്ചൻ എന്തൊരു നല്ല മനുഷ്യനാണ്. പ്രതീക്ഷകളെയും ധാരണകളെയും പിടിച്ചു മാറ്റിക്കൊണ്ട് ആ നല്ല മനുഷ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നിരിക്കുന്നു. ജീവിതത്തിൽ ഒട്ടേറെ സംഘടനകളിലൂടെ ശക്തി നേടി വന്ന ഒരു മനുഷ്യനാണ് ചാക്കോച്ചൻ. കുഞ്ചാക്കോയുമായുള്ള സൗഹൃദം വലുതായിരുന്നെങ്കിലും തൻ്റെ രചനകളിലെ ഓരോ വാക്കിനും വയലാർ വലിയ വില നൽകിയിരുന്നു. അതിന്റെ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഞങ്ങളെയും കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ടും അവസാനമായിട്ടൊന്നും പറയാം ഒരു സ്റ്റുഡിയോ കാണും. അപ്പോൾ അവിടെ കൊണ്ട് ഇരുത്തി അമ്മായി പെണ്ണിനെ അലങ്കരിച്ചു എന്നാണ്. അപ്പം ഞങ്ങളുടെ ഇതിൽ ശരിക്കും രാജകുടുംബത്തിലെ അമ്മായി ആവണമെങ്കിൽ അമ്മാവൻ കല്യാണം കഴിച്ചെങ്കിലേ അമ്മായി ആവുള്ളൂ. അല്ലാതെ വടക്കോട്ടൊക്കെ അങ്ങനെയല്ല, അച്ഛൻ പെങ്ങൾ അമ്മായിയാണ്. ഇത് പാടി വരുമ്പോൾ മാതിരി പാടി വരുമ്പോൾ അമ്മായി പെണ്ണിനെ അലങ്കരിച്ചു എന്നാണ് വരിക. അമ്മായി പെണ്ണെന്ന് പറയുമ്പോൾ ആ 2 പാ വരുമ്പോൾ അർത്ഥാകം മാറിയില്ലേ. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അലങ്കരിക്കുകയല്ലേ. അപ്പം അമ്മായിയാണ് ശരിക്കും പെണ്ണിനെ അലങ്കരിക്കുക. മാധുരി എത്ര പാടിയിട്ടും അമ്മായി പെണ്ണെന്ന് തന്നെയാണ് വരുന്നത്. അച്ഛൻ പറഞ്ഞു പറ്റില്ലാന്ന്. പറഞ്ഞു അങ്ങനെ ഇത്ര എനിക്ക് പാടാൻ പറ്റുള്ളൂ എന്ന്. ശരി ചാക്കോച്ച വേണ്ട, ഞാൻ നിങ്ങളുടെ പടത്തിലേ എഴുതുന്നില്ല പാട്ട്, നിർത്തിയേക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് മുത്തശ്ശമ്മയെ കൊണ്ട് ഞാൻ പോന്നു. റെക്കോർഡിങ് സെൻറ്റർ അന്ന് റെക്കോർഡിങ് നടന്നില്ല. വൈകുന്നേരമായപ്പോൾ പിന്നെ ചാക്കോച്ചനങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്ന് സോപ്പിട്ട് കുട്ട അങ്ങനെയൊന്നുമല്ല, അങ്ങനെ നിർത്തരുത്, ആ പാട്ട് നാളങ്ങൾക്ക് നന്നായിട്ട് റെക്കോർഡ് ചെയ്യാം, അതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മുറിച്ചു പാടി. ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ അടൂർ ഗോപാലകൃഷ്ണന്റെ ഏക ചിത്രം പ്രതിസന്ധിയാണ്. അതിലെ 2 ഗാനങ്ങളും വയലാർ ദേവരാജൻ ടീമിന്റെ സംഭാവനകളാണ്. കുഞ്ചാക്കോ കഴിഞ്ഞാൽ MO ജോസഫിന് വേണ്ടി 77ഉം, പി സുബ്രഹ്മണ്യത്തിന് വേണ്ടി 60ഉം, TE വാസുദേവന് വേണ്ടി 49ഉം, KSR മൂർത്തിക്ക് വേണ്ടി 48ഉം, ഹരിപ്പോത്തിന് വേണ്ടി 47ഉം ഗാനങ്ങൾ വയലാർ എഴുതി. ഈ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് 24 സംഗീത സംവിധായകരാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൽ മുന്നിൽ നിൽക്കുന്നത് ദേവരാജൻ മാസ്റ്ററാണ്. 734 ഗാനങ്ങൾ. ഈ കൂട്ടുകെട്ട് വേർപിരിഞ്ഞിട്ട് 51 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇന്നും ആ റെക്കോർഡ് തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ വയലാറിനെ കാണുന്നത് ഒരു സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിലാണ്. ആദ്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗാനം ബലികുടീരങ്ങളെ എന്നുള്ളതാണ്. ചതുരംഗം എന്ന് പറയുന്ന പടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ചേരുന്നത്. ഈ 2ാമത്തെ പടം എടുക്കുമ്പോൾ പാട്ടൊക്കെ പാടിയത്, പാട്ടിൽ ഒരാൾ ML വസന്തകുമാരി, ശ്രീവിദ്യയുടെ അമ്മ, അവരാണ് കാറ്റേവ കടലേവ എന്ന ഗാനം ആലപിച്ചത്. പിന്നീട് വാസന്തരാവിൻ്റെ എന്ന ഗാനം ആലപിച്ചത് KS ജോർജും ശാന്താ P നായരും ചേർന്നാണ്. പിന്നീടാണ് ഭാര്യ എന്ന് പറയുന്ന ചിത്രം വന്നത്. അതിലെ എല്ലാ പാട്ടുകളും അന്നേ വളരെ പോപ്പുലറായിരുന്നു. പഞ്ചാര പാലമിഠായി, പഞ്ചാര പാലമിഠായിൽ ഒരു 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 ചരിത്രമുണ്ട്. വയലാർ എന്നെ വിളിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു പയ്യൻ പാടുന്നുണ്ട്, നന്നായി പാടുന്നുണ്ട്, അവനെ കൊണ്ട് പാട്ട് പാടിക്കാമെന്ന്. ഞാൻ ആരാന്ന് ചോദിച്ചു. അഗസ്റ്റിൻ ജോസഫിൻ്റെ മകനാന്ന് പറഞ്ഞു. ശരി പാടിക്കാം. ഞാൻ പാട്ട് കേട്ട് നോക്കിയപ്പോൾ നല്ല തിരക്കേടില്ലെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ പറയുക, എൻ്റെ പടത്തിൽ പാടണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളാകുന്നത് പോകുന്നത് പലതും പറഞ്ഞു നോക്കി. എന്നാൽ പിന്നെ നിങ്ങൾ ഇത്രയും വലിയ നിർബന്ധമുണ്ടല്ലോ, അയാൾക്കൊരു ഡബിങ് പാട്ട് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അത്
അതിന് മുമ്പിലത്തെ പടത്തിൽ ഉള്ള ഒരു ഗാനമാണ്. അങ്ങനെ ഒരു പതിവ് അന്ന് അവിടെ ഉണ്ട്. ആ പടം പാലാട്ട് കോമന. അതിലെ ആനക്കാര ആനക്കാര എന്നുള്ള പാട്ട് യേശുദാസനെ കൊണ്ട് പാടിച്ചു. പാലാട്ട് കോമൻ. പാലാട്ട് കോമനിലാണ് എന്നോട് കോറസ് പാടണമെന്ന് പറഞ്ഞിട്ട് പാടാൻ ചെന്നപ്പോഴേക്കും കോറസ് ലൈൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പതുക്കെ ഒതുങ്ങി. അപ്പോൾ എല്ലാവർക്കും വലിയ വിഷമമായത്. കാരണം കോറസിന് പാടാൻ ഞാൻ പറഞ്ഞു, ഞാൻ അതിനല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കോറസുകാരനായിട്ട് ഇരുന്ന് പോയാൽ അന്ന് അതിനനുവദിച്ചിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നി പറ്റില്ല, അത് വേണ്ട, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പോയില്ല. അപ്പോഴേക്കും അതൊരു വലിയ ഇതായി പാടിയില്ല. പിന്നെ ബാബുരാജിൻ്റെ അതിൽ പാടിച്ചുമില്ല എന്നെ. അത് കഴിഞ്ഞിട്ട് ആ പടത്തിൽ തന്നെ അപ്പോഴേക്കും ദേവരാജ് മാഷ്, കുഞ്ചാക്കോയൊക്കെ കൂടി എല്ലാം കൂടി കുഞ്ചാക്കോയുടെ അടുത്ത പടത്തിൽ ഭാര്യയിൽ എന്നെ കൊണ്ട് പാടിച്ചു. അതും വയലാർ സാറിൻ്റെ വളരെ കർശനമായിട്ടുള്ള പിടിയായിരിക്കണം. ആനക്കാര ആനക്കാര ആരെ കാണാൻ വന്നു. ഞാൻ അതാരും എഴുതിയാണെന്ന് തോന്നുന്നു, അതാരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ആ പടത്തിൽ പാടി. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മൂഡിനൊരു മാറ്റം വന്നു. അപ്പോൾ ഭാര്യയിൽ 2 വരി കൊടുത്തു. പപ്പയല്ലേ കൊണ്ടു തന്നത് നെയ്യപ്പം എന്ന് പറയുന്ന വാര്. അത് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ ഹൃദയത്തിനൊരു മാറ്റം വന്നു. ഞാൻ പറഞ്ഞ അവൻ ക്രിസ്ത്യാനിയാണ്, ദയാപരനായ കർത്താവ് കുറച്ച് ഭംഗിയായിട്ട് പാടും, മനസ്സിൽ കൊണ്ട് പാടുമെന്ന്. എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞു. അതും കൂടെ കൊടുത്തു. അങ്ങനെയാണ് ദയാപരനായ കർത്താവെ കൊടുക്കുന്നത്. മലയാള ചലച്ചിത്ര സംഗീതത്തിന് ലഭിച്ച ആദ്യത്തെ 2 ദേശീയ പുരസ്കാരങ്ങളും ഇവരുടെ കോമ്പിനേഷനിൽ പുറത്തു വന്നവയാണ്. അച്ഛനും ബാപ്പയും ഗായത്രി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് 2 ബഹുമതികളും യേശുദാസിന്റെ ആലാപനത്തിന്. അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിലൂടെ ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിന് ആദ്യമായി വാങ്ങിത്തന്നിട്ടാണ് വയലാർ യാത്ര പറഞ്ഞത്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ലോകം ഭ്രാന്താലയമായി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള ഗാനത്തിന് എനിക്കും അദ്ദേഹത്തിനും കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷമാണ്. എന്തുകൊണ്ട് ദേവരാജ് മാസ്റ്റർക്ക് കൊടുത്തില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട്. മലയാള സിനിമാ സംഗീതത്തിലെ രാജഹംസങ്ങളായിരുന്നു വയലാറും ദേവരാജനും എന്നാണ് ONV കുറുപ്പ് സാർ പറയുന്നത്. ദേവരാജന്റെ സ്വര സംവിധാനത്തിൽ രാജഹംസം എന്ന സിനിമയിലെ ഒരു നല്ല സന്ദർഭത്തെ അവിസ്മരണീയമാക്കിയ ഗാനമാണ് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന ഗാനമെന്ന് അദ്ദേഹം പറയുന്നു. സിനിമയെ അതിജീവിച്ച് ഇന്നും നമ്മുടെ ആസ്വാദന തലത്തെ ദീപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണിത്. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്ന ഈരടി എഴുതാൻ വയലാറിനെ പോലെ ഒരു കവിക്ക് കഴിയും. വരികൾ കൊണ്ടും സ്വരങ്ങൾ കൊണ്ടും നമ്മുടെ മനസ്സിൽ നിത്യസ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടവർ യാത്ര പോയി. ഇങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ, ഇത് അവയിലൊന്നു മാത്രം. അങ്ങനെ എത്രയെത്ര വികാരങ്ങളും വിചാരങ്ങളും ഉള്ള വിഷയങ്ങളുമുള്ള ഗാനങ്ങൾ അദ്ദേഹം എഴുതി കൂട്ടി എന്ന് പറയുന്നതാണ് ഭംഗി. വയലാർ ബാബുരാജ് കൂട്ടുകെട്ടിൽ 117 ഗാനങ്ങളും ദക്ഷിണാമൂർത്തി സ്വാമിയോടൊപ്പം 71, RK ശേഖറുമായി ചേർന്ന് 49, രാഘവൻ മാസ്റ്ററുടെ സംഗീതത്തിൽ 46 പാട്ടുകളും അർജുനൻ മാസ്റ്ററുമായി ചേർന്ന് 37 ഗാനങ്ങളും, MB ശ്രീനിവാസൻ, BA ചിദംബരനാഥ്, MS വിശ്വനാഥൻ എന്നീ സംഗീത സംവിധായകരോടൊപ്പം 28 ഗാനങ്ങൾ വീതം സൃഷ്ടിച്ചു. വയലാറിന്റെ മരണത്തിന് 2 ദിവസം മുമ്പ് ചങ്ങനാശ്ശേരി NSS കോളേജിലെ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ എന്ന നാടകഗാനത്തിനുൾപ്പെടെ സംഗീതം നൽകിയ LPR വർമ്മയെയും കൂടെ കൂട്ടി. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സന്ധ്യാവന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി ഇവർ ഒന്നിച്ച് സൃഷ്ടിച്ച കാലം ദഹിപ്പിച്ച വർണ്ണാശ്രമങ്ങൾ തൻ കാറ്റൂതിക്കെടുത്താത്ത ചിതയിൽ തകർന്നു വീണു നിങ്ങൾ തകർന്നു വീണു, ഒരു തീണ്ടാപ്പാടകലെ ഞാൻ നോക്കി നിന്നു, ഉദകം 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 നിങ്ങൾക്ക് അന്ത്യോദകം എന്ന ഗാനം LPR വർമ്മയെ കൊണ്ട് തന്നെ ആ വേദിയിൽ വെച്ച് അദ്ദേഹം പാടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറം പറ്റിയതുപോലെ റെക്കോർഡ് ചെയ്ത എൻ്റെ അവസാന ഗാനം എന്ന രീതിയിലാണ് വയലാർ രാമവർമ്മ ആ ഗാനം ആ വേദിയിൽ അവതരിപ്പിച്ചത്. ഇതുൾപ്പെടെ
LPR വർമ്മ 26 വയലാർ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരുന്നു. സലിൽ ചൗധരി മലയാളത്തിലെത്തിയത് ചെമ്മീൻ എന്ന ചിത്രത്തിലൂടെയാണ്. അതിൽ തുടങ്ങി 34 ഗാനങ്ങൾ ഇവർ ഒരുമിച്ച് മലയാളത്തിന് നൽകി. ദേവരാജൻ മാസ്റ്ററെ പോലെ വയലാർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു സലിൽ ചൗധരി. വയലാറിന്റെ ഡയറിയിൽ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. വൈകുന്നേരം കാര്യാട്ടുമായി സലീലിനെ കണ്ടു. കാറ്റിൽ അതിമനോഹരങ്ങളായ അളകങ്ങളും ജോലികളും അലകളും സൃഷ്ടിച്ചുകൊണ്ട് പറന്നു നടക്കുന്ന ലോലലോലമായ ഒരു പൂവിതളാണ് സലീൽ. പല മുള്ളുകളിലും അത് ചെന്ന് വീണിട്ടുണ്ട്. ആത്മാവ് നിറയെ പോറലാണ്. വളരെ നേരം സലീലുമായി സംസാരിച്ചിരുന്നു. രാത്രി മടങ്ങുമ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞുപോയി, എ വേഴ്സറ്റൈൽ ജീനിയസ്. കടലിലെ ഓളവും കരയിലെ മോഹവും അടങ്ങില്ലോമനെ എന്ന ലളിതമായ വരിയിലും ഗംഭീരമായൊരു ഉപമയില്ലേ എന്ന് ONV കുറിപ്പ് ഓർമ്മിക്കുന്നു. പകലൊന്നും എഴുതില്ല. ഉറങ്ങിക്കഴിഞ്ഞിട്ട് വെളുപ്പാൻ കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് തലേ ദിവസം ആരെങ്കിലുമൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് പാട്ടെഴുതി മേശപ്പുറത്ത് വെച്ച് ഓരോരുത്തർ വരുമ്പോൾ അവരവരുടെ പാട്ട് കൊടുത്തേക്കും. ചെമ്മീൻ എന്ന സിനിമയിൽ ലതാ മങ്കേഷ്കറെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയാണ് കടലിനക്കരെ പോണോരെ എന്ന ഗാനം വയലാർ എഴുതിയത്. കടലിനക്കരെ പോണവരെ അത് ബോംബെയിലായിരുന്നല്ലോ എടുത്തത്. അത് ഞങ്ങൾ പോയിട്ട് പഠിപ്പിക്കാൻ പോയതാണ്. ലതാ മങ്കേഷ്കർക്ക് പാടാൻ വേണ്ടി എന്നെ പഠിപ്പിക്കാൻ വേണ്ടി, അതായത് അക്ഷരം ഒന്ന് പാടി കേൾപ്പിക്കാൻ ഒരാൾ വേണമല്ലോ എന്ന് വെച്ച് കൊണ്ടുപോയതാണ്. ഞാൻ അല്ലാണ്ട് എൻ്റെ പാട്ടല്ലായിരുന്നു അത്. പിന്നെ അവരത് പാടിയില്ല. ഇങ്ങനെയാണ് ആ പാട്ട് എടുത്തിട്ടത്. ഗാനഗന്ധർവൻ യേശുദാസ് വയലാറിന്റെ 15 ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ഞാൻ ആശ്ചര്യ ചൂടാമണി അനുരാഗപ്പാൽ കടൽ കടഞ്ഞു കിട്ടിയൊരാശ്ചര്യ ചൂടാമണി എന്ന് പറഞ്ഞാൽ ഞാനതൊരു ഒരു പ്രത്യേക രാഗത്തിൽ നാഗനന്ദിനിയിൽ നാഗനന്ദിനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരാഭരണത്തിന് ഒറ്റ സ്വരത്തിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ ചൂടുള്ള നിൻ്റെ സ്വയം പ്രഭാനാളത്തിൽ ചുറ്റും പറന്നു ഞാൻ. അപ്പം നമുക്കത് ഉൾക്കൊള്ളാനൊക്കെ എങ്ങനെ ആ പറക്കണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പോലെ നമുക്ക് തോന്നുകയാണത്. ചൂടുള്ള നിൻ്റെ സ്വയം പ്രഭാനാളത്തിൽ ചുറ്റും പറന്നു ഞാൻ. പക്ഷെ ഗാനരചനയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കവച്ചു വയ്ക്കാൻ ഇന്നും ആരും കേരളത്തിലുമില്ല, തമിഴ്നാട്ടിലുമില്ല. ദേവരാജൻ മാസ്റ്റർ നിരവധി ഗായകരെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഗായകനാണ് ഐരൂർ സദാശിവൻ. PN മേനോൻ സംവിധാനം ചെയ്ത ചായം എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതിയ ഗാനം വയലാറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അമ്മേ അമ്മേ അവിടുത്തെ മുൻപിൽ ഞാനാര് ദൈവമാര് അമ്മേ. മുത്തുച്ചമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരുപാട് വിഷമിച്ച അച്ഛൻ എഴുതിയ പാട്ടാണ്. അത്രയ്ക്ക് ആ സ്നേഹം മുഴുവൻ അതിലുണ്ട്. ദൈവത്തിനേക്കാൾ മുകളിലാണ് അമ്മ എന്നുള്ള ഒരു ഇതായിരുന്നു അച്ഛന്. അമ്പലത്തിലൊന്നും പോയില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് അമ്മയെ കണി കണ്ടാൽ മതി എന്ന് ഞങ്ങൾക്ക് വരെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയെ കണ്ടാൽ മതി വിഷുവിന്, ദൈവത്തിനെ കാണണ്ട, അമ്മയെ കണി കണ്ടാൽ മതി എന്ന് പറയും. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ലോകത്തെല്ലാം. അതുപോലെയായിരുന്നു കൊച്ചിലെ. ഒന്നും എല്ലാവർക്കും ഓണക്കോടി കൊടുക്കുമ്പോൾ അച്ഛന് മാത്രം ഓണക്കോടി കൊടുക്കാതിരിക്കുമ്പോൾ രാത്രി കിടന്ന് കരയുമ്പോൾ പറയും, അമ്മാലു വിഷമിക്കണ്ട കേട്ടോ, ഓമനക്കുട്ടിന് വിഷമം ഒന്നുമില്ല, വലുതാവുമ്പം അമ്മാലുവിന് മുണ്ടും ദൗക്കയും പഞ്ചാരയും തേയിലയും ഒക്കെ വാങ്ങിച്ചു തരാമെന്ന്. എന്നിട്ടെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞ് എപ്പോഴും കരയാറുണ്ടായിരുന്നു മുത്തുച്ചമ്മ. പക്ഷെ അതുപോലെയൊരു അച്ഛൻ അമ്മ മകൻ ബന്ധം തിരിച്ചും മകന് അമ്മയോടുള്ളതും അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം ആ പാട്ടിൽ മുഴുവനുണ്ട്. ഞങ്ങൾ കാണുന്നത് മുഴുവൻ അങ്ങനെയാണ്. മുത്തശ്ശമ്മ പറഞ്ഞു തന്നതൊക്കെ അങ്ങനെയാണ്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്ന് പറയാം. 90 ഗായകരാണ് വയലാർ രാമവർമ്മയുടെ രചനകൾക്ക് ശബ്ദം നൽകിയത്. എത്രയോ വർഷങ്ങൾക്ക് മുൻപെന്ന് വെച്ചാൽ കവികളുടെയൊക്കെ പല കവികളും ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്, പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. കവികളെ ഉദ്ഘോഷിച്ചതുപോലുള്ള ഒരു ചന്ദ്രനല്ല താരാമുഖങ്ങൾ, അങ്ങനെ താരാമുഖത്തുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു താരാപഥത്തിലെ പാട്ട് ഒരെണ്ണമുണ്ട്. ആ വരികൾ പാടുമ്പോഴേ അതിൻ്റെ സുഖമായിട്ട് എനിക്കും ഓർമ്മ വരുള്ളൂ. കാരണം ഞാനൊരു സാഹിത്യകാരനോ അല്ലെങ്കിൽ ഒരു കവിയോ അല്ലാത്തത് കൊണ്ട് ആ വാക്കുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. തങ്കത്തിൻ
താഴികക്കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം അവിടെയാണ് മുഖ്യമായിട്ടുള്ളത്. ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണമയൂരമല്ല. അപ്പോൾ ഒരുപാട് കവികൾ അദ്ദേഹത്തിന് മുൻപ് സ്വർണ്ണമയൂരമാണ്, അവിടെ മറ്റതുണ്ട്, പ്രേമമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ അവിടെ ഒന്നുമില്ലെന്ന് ധൈര്യമായിട്ട് എഴുതാൻ ഒരു ധൈര്യമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടായ ഒരൊറ്റ മഹാൻ വയലാറാണെന്നുള്ളത് ഉൾക്കൊള്ളുമ്പോൾ, എത്രയോ കാലത്തിന് ശേഷമാണ് അമേരിക്കയും റഷ്യയും ഒക്കെ പോയി അവിടെ ഒരു ചുക്കുമില്ല എന്നുള്ളത് മനസ്സിലായത്. അവിടെ ജീവനില്ല, അവിടെ ജീവവായു ഇല്ലാത്ത സ്ഥിതിക്ക് ജീവൻ ഉണ്ടാവില്ല, അവിടെ പ്രേമം ഉണ്ടാവില്ല, ഒന്നുമില്ല. അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചിന്താഗതിയിലേക്ക്, അല്ലെങ്കിൽ എത്രയോ മൈലുകൾ അകലെയിരിക്കുന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള യാതൊരു ചിലവും കൂടാതെ തൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം സഞ്ചരിച്ച് അവിടെ പോയി അതിനെപ്പറ്റി കണ്ട് എഴുതുന്നത് പോലെ എഴുതാനൊരു കഴിവുള്ള അങ്ങനെയുള്ള കവിയാണ് കവി. യേശുദാസ് മാത്രം 430 ഗാനങ്ങൾ പാടി. 303 സോളോ ഗാനങ്ങളും 127 യുഗ്മഗാനങ്ങളും. അതിൽ മാധുരിയോടൊപ്പം 28, പി സുശീലയോടൊപ്പം 27, പി ലീല, എസ് ജാനകി എന്നിവരോടൊപ്പം 20 യുഗ്മഗാനങ്ങൾ, ബി വസന്തയോടൊപ്പം 16, 40 ഡ്യൂറ്റുകളും 44 സോളോ ഗാനങ്ങളുമായി പി ജയചന്ദ്രൻ. ഡ്യൂറ്റുകളും സോളോ ഗാനങ്ങളും ഉൾപ്പെടെ പി സുശീല 234, മാധുരി 131, പി ലീല 105, എസ് ജാനകി 101, LR ഈശ്വരി 52, ബി വസന്ത 46, AM രാജ 36, PB ശ്രീനിവാസ് 33, ലതാ രാജു 18, CO ആൻഡോ 18, കമുകറ പുരുഷോത്തമൻ 15, ശാന്ത പി നായർ 14, KP ബ്രഹ്മാനന്ദൻ 14. 69, 72, 74, 75 എന്നീ വർഷങ്ങളിൽ മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് വയലാറിന് ലഭിച്ചിട്ടുണ്ട്. അമ്മയോടൊപ്പം ആഘോഷിച്ചിരുന്ന പിറന്നാളുകളെപ്പറ്റിയും വയലാർ എഴുതിയിട്ടുണ്ട്. ബർത്ത്ഡേ, പിറന്നാൾ തിരക്കേടില്ല, പ്രായത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകുന്നു. ശാരീരികമായി വർദ്ധിച്ചു വരുന്ന പ്രായം മനസ്സിനുണ്ടായിട്ടുണ്ടോ? പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിറന്നാൾ എനിക്കിഷ്ടമാണ്. അന്ന് അമ്മ കറുക ചൂടിക്കുമ്പോഴും കണ്ണെഴുതിക്കുമ്പോഴും ചോറ് വിളമ്പിത്തരുമ്പോഴും ഞാൻ ഒരു കുട്ടിയെപ്പോലെയായിത്തീരുന്നു. അമ്മയുടെയും എൻ്റെയും കണ്ണുകൾ നിറയും. അതാണ് എന്ത് കിട്ടിയാലും വന്നു കഴിഞ്ഞാൽ അമ്മ ദൈവത്തിനെ തൊഴിഞ്ഞില്ല, അമ്മയുടെ കാക്കിലങ്ങ് അമ്മയെ അങ്ങ് നമസ്കരിക്കും. വന്നു എവിടെ പോവുകയാണേലും അതെ, അമ്മയെ തൊഴുത് അമ്മയുടെ അനുഗ്രഹം പറ്റുന്നില്ല. ദൈവത്തിനെ ഒന്നും തൊഴണ്ട, അമ്മയെ തൊഴുതാൽ പോലെ. അതിൽ വലിയ ദൈവം ഉണ്ടോ എന്നായിരിക്കും. ആദ്യമായിട്ട് കാണുന്ന അല്ലിയാമ്പൽ പൂവുകളി എന്ന പാട്ടാണ് ഞാൻ ആദ്യം പാടിയിരുന്നത് ദേവരായ മാഷ സംഗീതത്തിൽ. അപ്പോൾ അതിനുവേണ്ടി റെക്കോർഡിംഗ് വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. അതിന് മുമ്പ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇവിടെ പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ. പക്ഷേ അപ്പം പരിചയപ്പെട്ടിരുന്നില്ല. അതോട് പരിചയപ്പെടുന്ന റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ. മലയാള സിനിമയുടെ ചരിത്രമാണ് വയലാർ രാമവർമ്മയുടെ കൈയക്ഷരത്തിൽ ആ ഡയറികളിൽ ഉള്ളത്. 71 ഫെബ്രുവരി 1-നാണ് MO ജോസഫ് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ വരുന്നതും വയലാറിനോടൊപ്പം പോയി തകഴിയെ കാണുന്നതും അനുഭവങ്ങൾ പാളിച്ചകൾ സിനിമയാക്കാനുള്ള തീരുമാനം എടുക്കുന്നതും തകഴിക്ക് 1000 രൂപ അഡ്വാൻസായി നൽകുന്നതും. ഭാരതി തമ്പുരാട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 1975 ഒക്ടോബർ 27 തിങ്കളാഴ്ച വെളുപ്പിന് 4:30 മണിയോടെ മരണം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. യാത്ര പറയാതെ അദ്ദേഹം പുറപ്പെട്ട ആദ്യത്തെ യാത്ര. ഈ മരിക്കുന്നതിന് മുമ്പ് അമ്മ പറയണ കേട്ടിരിക്കുന്നത് നമുക്ക് അത്രയ്ക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അച്ഛൻ അസുഖം തുടങ്ങിയ സമയത്ത് അച്ഛൻ ഉറക്കെ എല്ലാവരെയും വിളിച്ചു എന്ന് പറഞ്ഞു. മക്കളെ 3 പേര്, ഞങ്ങൾ മാത്രമല്ലേ അച്ഛൻ്റെ കൂടെ, ചേട്ടൻ ബോർഡിങ്ങിലാണല്ലോ. അപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു, മോളെ ആരെങ്കിലും വന്ന് അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു, കിടക്കാൻ പറഞ്ഞ് വിളിച്ചു. അത് പനി വരുമ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെ അട്ടിക്ക് പിടിക്കും കുഞ്ഞിലേ മുതൽ. അപ്പോൾ ആ പനി ചൂട് കുറച്ച് മാറും എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുപോലെ അച്ഛൻ വിളിച്ചു. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ ഉള്ളിൽ ഭയമുള്ളതുകൊണ്ട് രാത്രിയിലൊക്കെ എന്തിനാ വിളിക്കണം, ഇനി വഴക്ക് പറയാനാണോ, ആൾക്ക് ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും പോയില്ല. അത് കഴിഞ്ഞ് അച്ഛനെ 12 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് മുമ്പ് വിളിച്ചപ്പോൾ നമുക്ക് അതൊരു കുറ്റബോധമുണ്ട്, അച്ഛൻ നമ്മൾ പോയില്ലല്ലോ. സ്നേഹിച്ചിരുന്നവരെ ഒന്നും കൂടെ കൂട്ടാതെ ബന്ധങ്ങളുടെ കെട്ടുകൾ എല്ലാം അഴിഞ്ഞു പോകുന്ന അവസാന യാത്ര. ജന്മനാടായ വയലാറിൻ്റെ മാറിൽ വിപ്ലവകാരികളുടെ രക്തം വാർന്നു വീണ രക്തസാക്ഷി ദിനത്തിൻ്റെ 29ാം വാർഷിക ദിനത്തിൽ രാത്രി 11 മണിയോടെ ശരത്ത്
ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ ജീവിച്ച് കൊതി തീരാത്ത ആത്മാവ് വിട്ടുപോയ ആ ശരീരം അഗ്നിയിലൂടെ പ്രകൃതിയിലേക്ക് ലയിച്ചു. പഠിക്കുന്നതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വഴികാട്ടിയില്ലാതെ ഞങ്ങൾ എന്തൊക്കെയോ പഠിച്ചു. എല്ലാവരും ബിഫാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഡിപ്ലോമ എടുത്തുള്ളൂ. തൃശ്ശൂരാണ് പഠിച്ചിരുന്നത്. തൃശ്ശൂർ ഡയറക്ടർ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കോഴ്സൊക്കെ കഴിഞ്ഞ് കോഴ്സ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിട്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ അതിൽ രക്ഷിതാവിൻ്റെ ഭാഗത്ത് വെറുതെ വയലാർ രാമവർമ്മ എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇതിങ്ങനെ വയലാർ രാമവർമ്മ അമ്മയുടെ പേരിലാണ് ശരിക്കും വരേണ്ടത്, അച്ഛനില്ലല്ലോ. അപ്പോൾ പിന്നെ ഡേറ്റ് എഴുതി. അപ്പോൾ വേറൊരു കൂട്ടുകാരി പറഞ്ഞു തന്നാ, നമുക്ക് അത്രയ്ക്കൊന്നും വിവരമില്ലാന്ന് വെച്ചാൽ മതി, ഡേറ്റ് എഴുതിയിട്ടില്ലല്ലോ, അപ്പോൾ ഇനി സർട്ടിഫിക്കറ്റ് വിലയില്ലാണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ബുദ്ധിക്കുറവ് കാരണം സാറിനോട് പോയി ചോദിച്ചു, എന്താ സാറേ ഇങ്ങനെ വയലാർ രാമവർമ്മ എന്ന് എഴുതിയിട്ടുള്ളൂ, അത് ഒന്നില്ലെങ്കിൽ അമ്മയുടെ എഴുതണ്ടേ അല്ലെങ്കിൽ ലേറ്റ് എഴുതണ്ടേ അതിൻ്റെ മുമ്പിലെന്ന്. എന്ന് മുതലാ മോളെ അച്ഛൻ വയലാർ രാമവർമ്മ മരിച്ചത്? അദ്ദേഹത്തിന് മരണമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ വയലാർ രാമവർമ്മയുടെ മുമ്പിൽ ലേറ്റ് ഒരിക്കലും എഴുതാൻ പാടില്ല, നിങ്ങളൊരിക്കലും അങ്ങനെ പറയാനും പാടില്ല, ഇനി മേലാൽ ഇനി ഇങ്ങനെ ചോദിച്ചു വരരുതെന്നും പറഞ്ഞു. അദ്ദേഹം എഴുതിയിരുന്നു, മൃത്യുവിൻ്റെ ഗുഹയിൽ വിടർന്ന പുതിയ രക്തപുഷ്പം നാളത്തെ നിശീതത്തിൽ കാലം അതിനെ രാഗി രാഗി ഒരു നക്ഷത്ര ജ്വാലയാക്കും, തീജ്വാലയാക്കും എന്ന്. ആ കനൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജ്വാലയായി തന്നെ ജ്വലിച്ചു നിൽക്കുന്നു. അതൊക്കെ ദൈവാധീനം ഉണ്ടായിരുന്നു. അത് നല്ലൊരു, ആ ജനിച്ച സമയം ഒരു ദൈവാധീനമുള്ള സമയമായിരുന്നു. അത്ര നമുക്ക് പറയാനൊക്കെ. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. വളരെ 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 എന്ന് പറഞ്ഞാൽ ആ വളരെ ഒരു 4-5 ചേർത്ത് പറഞ്ഞാലേ ശരിയാകുള്ളൂ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി. അതിൻ്റെ ആ പൊരുളുകൾ ഒരു തുളസി ഇലയായിട്ട് അയ്യപ്പൻ്റെ പാദങ്ങളിൽ, അതൊക്കെ ആ ഒരു ഇമാജിനേഷൻസ് ഒക്കെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെ, ചില സംഗതി ശരണമയ്യപ്പ പാട്ട് ഒരിക്കൽ അവിടെ റേഡിയോയിൽ കൂടെ കേട്ടതാണ് പണ്ട്. അപ്പോൾ ഇവിടെ ഫോൺ വന്നിട്ട് എന്നോട്, അപ്പം ഞാൻ എടുത്ത് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കും എന്ത് പറ്റി? ഒന്നില്ല, ശരണമയ്യപ്പ പാട്ട് കേട്ടോണ്ടിരിക്കുക. ഞാൻ കുറേ ലൈൻ എഴുതി വെച്ചാലും അത് ഒന്നും ആര് കേൾക്കാനാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ, തൻ്റെ ഭർത്താവിൻ്റെ എന്നാണ് പറഞ്ഞു കേട്ടോ, ആ സംഗീതത്തിൻ്റെ മഹിമയിൽ ദാസപ്പൻ്റെ ശബ്ദത്തിൽ വെളി വന്നപ്പം ഞങ്ങൾ 3 പേരും ജനങ്ങൾ അറിഞ്ഞു. ഇനിയിപ്പോൾ ഒരു കാലത്ത് അതൊക്കെ ഓർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ദേവരാജ മാഷും വയലാറും ആ കോമ്പിനേഷൻ അസാധ്യമായിരുന്നു. വയലാർ തന്നെയാണ്. ശ്രീകുമാരൻ തമ്പി സാർ ഒരിക്കൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഒരു നല്ല സിനിമാ ഗാനം കേട്ടാൽ മലയാളി ഉടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് വയലാറിൻ്റെ അല്ലേ എന്ന്. തമ്പി സാർ പറഞ്ഞത് വാസ്തവമാണ്. അത് മലയാളികളുടെ ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മുടെയൊക്കെ മനസ്സിലെ വയലാർ രാമവർമ്മ. ദേവേനിയുടെ തിരക്കഥ എഴുതാനാണ് എന്നെ അനിയത്തിയും കൊണ്ടുപോയി. അന്ന് എഴുതിയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. മുഴുവനാക്കിയോന്നൊന്നും നമുക്കറിയില്ല. ശങ്കരൻ നായരങ്ങള് അല്ലേ കൊണ്ടുപോയി. അന്ന് ഞങ്ങൾക്കൊരു സ്വപ്നമായിരുന്നു അതൊന്ന് വന്നിരുന്നെങ്കിൽ. അതൊന്ന് അതിൽ കമലഹാസൻ വേണം കജനായിട്ട് അഭിനയിക്കാൻ, ദേവയാനിയായിട്ട് ശ്രീദേവി വേണം, ശുക്രാചാര്യരായിട്ട് അടൂർ ഭാസി വേണം എന്നൊക്കെ വളരെ മോഹമായിരുന്നു. അന്ന് ഇങ്ങനെ അത് ചർച്ച ചെയ്യും. നമുക്ക് അടൂർ ഭാസിയും കമലഹാസനെയും ശ്രീദേവിയും അറിയാവുന്നതുകൊണ്ട് അതൊക്കെ ഓർമ്മ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പക്ഷെ അതെന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയാൻ വയ്യ. എന്തെങ്കിലും ആരെങ്കിലും അതൊരു സിനിമയാക്കി കണ്ട സിനിമയാക്കിയോ ഇപ്പോൾ ടെലിവിഷൻ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അവസാനത്തെ കാലത്ത് അച്ഛൻ്റെ കാലത്ത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നതല്ലേ, ഒരു തെളിവായിട്ടെങ്കിലും അതൊന്ന് സ്ക്രീനിൽ വന്നാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം, കണ്ടാൽ കൊള്ളാമെന്ന്. അത് നഷ്ടം തന്നെയാണ്. എത്ര ഇനിയും കുറേ കാലം കൂടി ഇരിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയി. അച്ഛൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ ഒരു മകനെ അദ്ദേഹം നമുക്ക് നൽകി, വയലാർ ശരചന്ദ്രവർമ്മ. വിശിഷ്ടമായ ഒരു പൈതൃകത്തിൻ്റെ ചില്ലയിൽ വിരിഞ്ഞ പൂക്കളാണ് ശരത്തിൻ്റെ ഗാനങ്ങളെന്ന് കവി ONV കുറുപ്പ് പറയുന്നു. അച്ഛൻ കുട്ടിക്കാലത്ത് എന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പാലിച്ചിട്ടുമില്ല. ഒന്നാമത്തെ കാര്യം എന്നെ ഡോക്ടറാക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അത് സാധിച്ചില്ല. നോക്കുന്ന ആത്മാവിനെ സ്നേഹിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ ഉടമ, അത് നടന്നില്ല. അത് വേറെ മോഹിപ്പിച്ചുകൂടാ. എന്നെ പഠിപ്പിച്ച് നന്നായിട്ട് പഠിക്കുക, നിനക്കൊരു ആശുപത്രി ഞാൻ ഈ രാഘവപറമ്പിൽ കോവിലകത്ത് പണിഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചു. രണ്ടും നടന്നില്ല. പിന്നെ ഒന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു തന്നത്, ഞാൻ സിനിമയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വീട്ടിലിരുന്നൊരു മഹാകാവ്യം എഴുതാൻ ഉദ്ദേശമുണ്ട്, അന്ന് നീ ആയിരിക്കണം എൻ്റെ കൂട്ടുകാരൻ, എല്ലാ വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ എന്നെ പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞു. അതും സംഭവിച്ചില്ല. പിന്നെ ഒരു മൂന്നാമതൊരു കാര്യം വെച്ച് പറയാനുള്ള വെച്ചാൽ, യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ
പ്രവേശിപ്പിക്കണം എന്നൊരാഗ്രഹം അച്ഛനുണ്ടായിരുന്നു. ആലപ്പുഴ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു വലിയ പോലീസ് സന്നാഹത്തിൻ്റെയൊക്കെ അകമ്പടിയോടെ അവിടെ അങ്ങേര് പ്രവേശിക്കുകയും ചെയ്തു. അതേപോലെ ഗുരുവായൂർ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഒരു പാട്ടും എഴുതി, ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്നുള്ളത്. പക്ഷേ അതും പാലിക്കപ്പെടാണ്ട് പോയി. ഗുരുവായൂരമ്പലനടയിൽ അത് വളരെ ആവേശത്തോടുകൂടി ഒരു ദിവസം ആലപ്പിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. യേശുദാസിന്റെ സംഗീതയെ പറ്റി, അദ്ദേഹത്തിന്റെ ഗാനകലാ പ്രാഭവത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പ്രതിഷേധമുള്ളവരാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വലം കൈയും പിടിച്ച് കയറി ചെന്ന് ആ ഗുരുവായൂർ അമ്പലത്തിൽ പാട്ടുപാടാൻ ഒരു അവസരം കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിലെ സംഗീതത്തിന്റെ ആചാര്യനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അന്തരിച്ചു പോയി. ഇന്ന് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ ശ്രീ യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ കടത്തുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഇതൊരു പാട്ടെഴുതി ഞാൻ യേശുദാസിനെ കൊണ്ട് പാടിച്ചതാണ്. അദ്ദേഹത്തിന് അവിടെ കയറ്റുന്നതിന് വേണ്ടിയുള്ള സാഹസികമായ സമരം ഞാൻ ആരംഭിക്കാൻ പോവുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നടക്കൽ ഞാനും KPAC പ്രതിനിധികളും സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോവുകയാണ്. യേശുദാസിനെ കയറ്റി അവിടെ പ്രവേശിപ്പിച്ച് അമ്പലത്തിന്റെ വടക്കേ അമ്പലത്തിൽ പാടുന്നതുവരെ സത്യാഗ്രഹം തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഞാനതൊന്നും അത്രയ്ക്ക് ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് തന്നെ ബോധമായത് എത്രയൊക്കെ ഉണ്ടോ ഇതിനകത്തെന്നുള്ളത്. കാരണം ഗുരുവായൂർ പോകണമെന്നോ അല്ലെങ്കിൽ ഗുരുവായൂർ പോയേ പറ്റുമെന്നോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷമാണ്. അദ്ദേഹം അതിന് ആത്മാർത്ഥതയോടെയാണ് അത് പറഞ്ഞത്. ഇന്നും അത് ബാക്കിയിരിക്കുകയാണ്. അതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഇപ്പോഴും ദുഃഖം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം അത്രയ്ക്ക് വിഷമിച്ചിട്ടാണ് അന്ന് ആലപ്പിയിൽ ആവേശത്തോടുകൂടിയാണ് അത്രയ്ക്ക് ആ പ്രസംഗം നടത്തിയത്. അച്ഛൻ മരിക്കുമ്പം ബാങ്ക് ബാലൻസ് ഒന്നുമില്ലായിരുന്നു. എന്നാൽ എവിടെയൊക്കെയോ നിർത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ ഉള്ളത്, ഒന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം ആരോടും പറയാണ്ട്, അത് P. ഭാസ്കരൻ മാഷയുടെ ഒരു കവിത പോലെ, മയങ്ങിപ്പോയി എൻ്റെ മധുമാസ ചന്ദ്രൻ വന്ന് മടങ്ങിപ്പോയി എന്ന് പറയുന്ന പോലെ ഒരു മയക്കത്തിൻ്റെ വേളയിലായിരുന്നു അച്ഛൻ ഞങ്ങളോട് പറയാതെ വേർപിരിഞ്ഞത്. അപ്പോൾ ഒന്നും സമ്പാദിച്ചിട്ടുമില്ലായിരുന്നു. എന്നാൽ ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച് വച്ചിരുന്നത് മലയാളികളെയായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിലുള്ള അച്ഛൻ ചേട്ടനാണ്. കാരണം ഒരിക്കൽ അമ്മ അങ്ങനെ പറഞ്ഞു, അച്ഛൻ്റെ കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞിന് ഓർമ്മയില്ലെങ്കിൽ ഇതാ നോക്കിക്കോളൂ, ഇത് അച്ഛൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് തന്നെ മാത്രം പഠിച്ചാൽ മതിയോ? അപ്പോൾ അവൻ അടുത്തുള്ള കമ്പനിയുള്ള ഫാക്ടറി ജോലി കിട്ടി. കുഞ്ഞുങ്ങളെ നോക്കണ്ടേ? വലിയ കാരണവരായി പോയില്ലേ? 17 വയസ്സിലെ വലിയ കാരണവരായില്ലേ? എല്ലാവരുടെയും കല്യാണം 2 പേരുടെ കല്യാണം കഴിപ്പിച്ചു. അമ്മയുണ്ട്, എല്ലാം നോക്കി എല്ലാം കാര്യങ്ങൾ നടത്തി. അവനല്ലാണ്ട് പിന്നെ ആരാ ഉള്ളത്? ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഒട്ടേറെ നല്ല ഗാനങ്ങൾ ശരത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തിനായി നീ നിടം കണ്ണിൽ തടം തൊടിച്ചു എന്ന പാട്ടിലുമുണ്ട് ഒരു പൈതൃക ശോഭ. ശകുന്തള തൻ്റെ കണ്ണ് തുടിക്കുന്നതായി സഖിമാരോട് പറയുന്ന രംഗം ഓർമ്മയിൽ വരുന്നു. ആരോ പാടുന്നു ദൂരെ എന്ന പാട്ടിൽ ഒരു പക്ഷിയുടെ വിലാപസ്വരം അലിയുന്നു. ശരത്ത് പാടിയത് മധുരമെങ്കിൽ ഇനി പാടാനിരിക്കുന്നത് മധുരതരമാവട്ടെ. ഇതാണ് കുറുപ്പ് സാറിൻ്റെ വരികൾ. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. ഇതിലെ വന്നവർ എന്ന പരമ്പരയുടെ 13ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.